എല്ലാവരുടെയും നന്ദി അറിയിച്ചുകൊണ്ട് ഇന്ന് ആൾക്കാർ ഇതുപോലെ ഡിപ്രഷൻ ആൻസൈറ്റി അടിമപ്പെട്ടു നമ്മുടെ കുട്ടികളെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 65% കുട്ടികളും 35 ഇയേഴ്സിന് താഴെയുള്ളതാണ് ഇന്ത്യൻ യൂത്ത്. അപ്പോൾ അവരുടെയൊക്കെ മാനസികാരോഗ്യം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡി സർവ് എന്ന മോട്ടോയിൽ നമ്മൾ 200 രാജ്യങ്ങളിൽ സമൂഹത്തെ സെർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓരോ ലൈൻ വോളണ്ടിയേഴ്സും ചെയ്തുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി സർവീസാണ്. പകരം ഡയബറ്റീസിൻ്റെ ഇമ്പോർട്ടൻസും അതിന് വേണ്ട സപ്പോർട്ട് കൊടുക്കേണ്ടതാണ് നമുക്കറിയാവുന്നതുകൊണ്ടാണ് അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ വിഷൻ, അതേപോലെ റിലീവിംഗ് ഹങ്കർ, എൻവയോൺമെൻറ്റ്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് തുടങ്ങി പീഡിയാട്രിക് ക്യാൻസർ ഉൾപ്പെടെയുള്ള 8 ഗ്ലോബലി കോസസ് ആ 8 ഏരിയാസിലാണ് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒർലാൻഡോയിൽ നടന്ന കൺവെൻഷനാണ് മെൻ്റൽ ഹെൽത്ത് ആൻഡ് വെൽബീയിങ് ആഡ് ചെയ്തത്. അതിൻ്റെ ഫസ്റ്റ് സർവീസ് വീക്കായിരുന്നു ഒക്ടോബർ 4 മുതൽ 12-ാം തീയതി ഇന്ന് വരെ. നമ്മുടെ എല്ലാ ലൈൻ വോളണ്ടിയേഴ്സും ഓരോ റീജിയൻ ചെയർപേഴ്സൺ, എടുത്തു പറയേണ്ട ഒരു റീജിയൻ ചെയർപേഴ്സണാണ് ലൈൻ രാജഗോപാൽ. അപ്പോൾ മനസ്സാണ് നമ്മുടെ ചിന്തകളുടെ, നമ്മുടെ പെരുമാറ്റത്തിൻ്റെ, നമ്മുടെ സ്വഭാവ രീതികളുടെ, നമ്മുടെ ഇമോഷൻസിൻ്റെ, വൈകാരിക അവസ്ഥയുടെ ഒക്കെ ആ കേന്ദ്രം എന്ന് പറയുന്നത്. അപ്പോൾ പോസിറ്റീവായിട്ട് ഈ നമ്മുടെ ചിന്തകളും നമ്മുടെ പെരുമാറ്റവും നമ്മുടെ വികാരങ്ങളും വന്നാൽ ഓക്കെ, ഓക്കെ. നെഗറ്റീവായ ചിന്തകൾ വരുന്നു, നെഗറ്റീവ് സ്വഭാവം വരുന്നു, പെരുമാറ്റം വരുന്നു, നെഗറ്റീവ് ഇമോഷൻസ് വികാരങ്ങൾ വരുന്നു, മെൻ്റൽ ഹെൽത്ത് ഡൗൺ ആവും. അപ്പം മെൻ്റൽ ഹെൽത്ത് ഇല്ലാതെ നമ്മുടെ ആരോഗ്യം പൂർണ്ണമാകില്ല. ലോകാരോഗ്യ സംഘടന പറയുന്ന ഈ health is not merely an absence of disease. Instead, it's a state of well-being, physical, mental and social. അപ്പോൾ മെൻ്റൽ വെൽബീയിങ്ങിന്, മെൻ്റൽ ഹെൽത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അതാണ് ഇന്ന് നമ്മുടെ ഇന്റർനാഷണൽ പ്രസ്ഥാനം ഏറ്റെടുത്തിരിക്കുന്നത്. ജനങ്ങളെ ഇതുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണത്തിലൂടെ മെൻ്റൽ ഹെൽത്തിൻ്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തുക. മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് ആരും തുറന്ന് സംസാരിക്കുന്നത് ഇന്ന് സ്റ്റിഗ്മയാണ്. മെൻ്റൽ ആയിട്ടുള്ള എന്തെങ്കിലും സൈക്കോളജിക്കൽ പ്രശ്നമുള്ള ആൾക്കാരെ മാറ്റി നിർത്തുകയാണ്. ഇപ്പോൾ ലയൺസ് ഇന്റർനാഷണൽ പറയുന്നു അവരെ ചേർത്ത് നിർത്തണം. GST എന്ന് പറയുന്നത് ഗ്ലോബൽ സർവീസ് ടീമിൻ്റെ പാർട്ടാണ്. അപ്പോൾ ആദ്യമായിട്ട് ഇൻ്റർനാഷണൽ ഇങ്ങനെ ഒരു ടീം കൊണ്ടുവന്നപ്പോൾ ടോട്ടൽ കേരളത്തിലുള്ളതും ഇന്ത്യയിലുള്ള എല്ലാ GSTക്കാരും വളരെ ഒരു സർപ്രൈസായിട്ട് നമ്മൾ പല സൂം മീറ്റിങ്ങുകളിലും കേട്ടുകൊണ്ടിരുന്നത് എങ്ങനെ താഴെക്കടയിലോട്ട് കൊണ്ടുപോയി ഇംപ്ലിമെൻറ്റ് ചെയ്യും എന്നുള്ളൊരു കാര്യം. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മളൊരു 7-8ഓളം സൂം മീറ്റിംഗ് അവർ ഓർഗനൈസ് ചെയ്തായിരുന്നു ഇന്ത്യയിൽ. അപ്പോൾ ഇൻ്റർനാഷണൽ പ്രസിഡൻറ്റ് AP സിംഗ് എന്ന് പറയുന്ന ഒരു ഇന്ത്യക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിലാണ് ഈ സർവീസ് വീക്ക് എന്ന് പറയുന്ന സംഗതി കൊണ്ടുവന്നത്. അപ്പോൾ അദ്ദേഹമാണ് ഫോക്കസ് ചെയ്ത 3 മേഖലകളാണ് ഒരു സംഗതിയാണ് ഈ മെൻ്റൽ ഹെൽത്ത് ആൻഡ് വെൽബീയിങ്. ഇനി ഇതിൻ്റെ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്ന ഹങ്കറിനാണ് അദ്ദേഹം ഇമ്പോർട്ടൻ്റ് കൊടുത്തേക്കുന്നത്. അതും ജാനുവരി 4 to 12 വരെയാണ് അതും വരുന്നത്. പിന്നെ അടുത്ത് ഏപ്രിൽ മാസത്തിലോട്ട് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്ന ഒരു സംഗതിയും അദ്ദേഹം ചെയ്തത്. ആസ് എ സർവീസ് ടു മെൻ്റൽ ഹെൽത്ത് ഇൻ കാറ്റസ്ട്രോഫീസ് ആൻഡ് എമർജൻസീസ്. സ്വന്തം ജീവിതത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അതുപോലെയുള്ള പ്രതിസന്ധികളും നേരിടുന്ന ആളുകൾക്ക് സാധാരണ ആളുകളെക്കാൾ ഏറെ മാനസിക സമ്മർദ്ദം വരാനുള്ള സാഹചര്യം വളരെ കൂടുതൽ. എന്നാൽ നമ്മുടെ ആശുപത്രിയിൽ കിടന്ന് ചികിത്സിക്കുന്നവർ മരുന്ന് കഴിച്ച് നേരെയാവും. അതിനേക്കാളും എത്രയോ ഇരട്ടി ആളുകൾ ചികിത്സിക്കാതെ നമ്മുടെ സമൂഹത്തിൻ്റെ ഇടയിലുണ്ട്. അവരെ കണ്ടുപിടിക്കുകയും അവർക്ക് മാനസികാരോഗ്യം വളർത്തി കൊടുക്കുകയും ചെയ്യണം. ഇങ്ങനെ ഇവിടെ ഒരു ക്ലാസ് അറേഞ്ച് ചെയ്തതിന് എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ വീണ്ടും തുടർന്നും നല്ല രീതിയിൽ ലയൺസ് ക്ലബ്ബ് പ്രവർത്തിച്ചുകൊണ്ട് അവസരം ഉണ്ടാകട്ടെ, സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. സമാപനത്തിൽ എത്തിച്ചേർന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷനാണ് ശ്രീ രാജഗോപാൽ. നമ്മുടെ ബഹുമാനപ്പെട്ട ഗവർണർമാർ അനിൽ സാർ, ദിലീപ് സാർ, അതുപോലെ സുനിൽജി, അജിത് സാർ, നമ്മുടെ സാഗർ സാർ ഒക്കെ കിട്ടി. എടുത്തു പറയുന്ന നമ്മുടെ ഈ പരിപാടി ഓർഗനൈസ് ചെയ്ത് നമ്മുടെ ശ്രീകുമാർ കുപ്പൂർ ജില്ലാ ശ്രീകുമാർ, അവർക്ക് എത്ര തന്നെ പറഞ്ഞാൽ മതിയായില്ല. അതുപോലെ വഞ്ചനാട് ഈ പരിപാടിക്ക് വന്നിട്ട് നമ്മുടെ സുഹൃത്തുക്കളെ, നമ്മുടെ മുൻ പ്രസിഡന്റ് അജയ്, നമ്മുടെ അതുപോലെ ട്രഷറർ ശ്രീകുമാർജി, സുരേഷ് ചേട്ടൻ, നമ്മുടെ ലിയോ കുട്ടികളെ, ശരിക്കും നമ്മുടെ ഇവിടുത്തെ ഈ യോഗ ക്ലാസ്സിലെ സ്റ്റുഡൻസ് കുറച്ച് പേര് വന്നിട്ടുണ്ട്. ടീച്ചേഴ്സ് എല്ലാവർക്കും തിരുവനന്തപുരത്തിൻ്റെ പേരിൽ ഹാർദമായ നന്ദി രേഖപ്പെടുത്തുന്നു.